ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന ഒരു സ്വീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് മാവ് കുഴയ്ക്കുക, പരത്തുക ഒന്നും വേണ്ട. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ ബേക്കറിയിൽ അതേ രുചിയിൽ ഈ ബൺ തയ്യാറാക്കാൻ പറ്റും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അതിനായിട്ട് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ബൗളിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അത് നമുക്ക് അടച്ചൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് പൊങ്ങി വരും. അതിനുശേഷം എടുത്തതാണിത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ ബട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കപ്പില്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അളവിലെടുത്താലും മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. വേറെ അഡീഷണൽ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അതായത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ഡോ ശരിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇത്ര കട്ടിയിൽ വേണം ഇതിരിക്കാനുള്ളത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് പൊങ്ങാനായിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ക്രീം തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടകളൊക്കെ ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടകളൊക്കെ പൊക്കിയിട്ട് വേണം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമുക്കിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇത് ക്രീം ആയിട്ട് തയ്യാറായി വരുന്നുണ്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി എടുക്കാം. കൂടുതലിട്ട് ഇളക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീട്ടിലുള്ള തന്നെ ഒരു
തവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ എടുത്തിട്ട് അതിലേക്ക് അല്പം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേറൊരു സ്പൂണോ മറ്റോ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് അല്പം വെച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആ തവിയിൽ നിന്ന് വിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബൺ തയ്യാറാക്കാൻ പറ്റും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്നായി കിട്ടും ഈ ബണ്ണ്. റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം എണ്ണ ആ സ്പൂണിൽ വേണം, അതിൽ വേണം ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും, വെന്ത് കിട്ടും. റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും ബണ്ണ് ഞാൻ റെഡിയാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്. നമുക്കിത് നടുക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഫുള്ള് കട്ട് ചെയ്ത് മാറ്റരുത്, ഒരു സൈഡ് ഇങ്ങനെ വെച്ചേക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണിത്. കണ്ടില്ലേ? ഞാനൊരു പ്ലാസ്റ്റിക് ബാഗ് ഇതിൽ ആക്കിയിട്ടുണ്ട് ക്രീം. നിങ്ങൾ സ്പൂണിൽ ഇതില്ലെങ്കിൽ സ്പൂണിൽ എടുത്ത് ഇതിൽ ക്രീം തേച്ച് കൊടുത്താലും മതി. നമുക്കിതേപോലെ വെച്ചാൽ നല്ല അടിപൊളി ക്രീം ബൺ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്ക് ആയാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണിത്. കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.